ലക്ഷ്മി മന്ത്രവും തന്ത്രവും പഠിച്ചോളാം, സംശയമേ വേണ്ട. എനിക്കിപ്പോ കല്യാണമേ വേണ്ട. നാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഈ കോട്ടയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. വ്യക്തിയാണേലും നാടുവാഴിയാണേലും നാം ഒരച്ഛനായിപ്പോയില്ലേ. പ്രായം ചെന്ന ഒരു പെണ്ണിന്റെ അച്ഛൻ. അച്ഛാ, അമ്മയില്ലാത്ത എനിക്ക് അല്ലല്ല നിനക്ക് ഇനി നാം മാത്രമേ. അതുകൊണ്ട് നാം നിനക്കായി ഒരു വിട്ടുവീഴ്ച ചെയ്യണം. നിന്റെ വിവാഹ വാർത്ത നാടായ നാട്ടിലെല്ലാം നാം വിളംബരം ചെയ്യും. ഇവിടെ നിന്ന് പെണ്ണെടുക്കാൻ കൊതിക്കുന്നവർ വരട്ടെ. നാം മത്സരങ്ങൾ ഏർപ്പെടുത്തും. ആ മത്സരങ്ങൾ ജയിക്കുന്നവന്റെ അലയല്ല കഴുത്തിൽ നീ മാലയിടും. സ്വയംവരമെന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനെ നമ്മുടെ മകൾ ആർച്ചയുടെ സ്വയംവരത്തിനായി നടത്തുന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. ഞാൻ എത്ര നേരെ കാത്തിരിക്കുന്നു. ഞാൻ അന്തി കിടക്കാൻ കാത്തിരുന്നു, അതുകൊണ്ടാ താമസിച്ചു പോയത്. ഓ, ഞാൻ നേരത്തെ പോകുന്നു. എനിക്കിപ്പോ എല്ലായിടവും കറുപ്പാണ്. എന്താ നോക്കി, ആർച്ചത്തമ്പുരാട്ടിയുടെ കല്യാണം നടക്കാൻ പോകുകയാണ്. സ്വയംവര രീതിയിൽ വിളംബരം ചെയ്തിട്ടുണ്ട്. നാടായ നാട്ടിൽ നിന്നൊക്കെ വീരന്മാരെത്തും. മത്സരത്തിൽ ജയിക്കുന്നു മാലയിടും. അതിന് എന്റെ തമ്പുരാൻ വരണം. ഞാൻ എന്തിന്? അഭ്യാസങ്ങൾ ജയിക്കാൻ. ജയിച്ചാൽ ഞാൻ തമ്പുരാട്ടിയുടെ കഴുത്തിൽ മാലയിടണ്ടേ? ഇടണം. അപ്പോ ഞാൻ ആ പെണ്ണിന്റെ പുരുഷനാവില്ലേ? ആകണം. ഞാൻ മാലയിടേണ്ടത് അമ്മുവിന്റെ കഴുത്തിലല്ലേ? ഇല്ലപ്പേ, ഞാൻ പറയാം. കടത്തനാട്ടെ കൊച്ചുകുറുപ്പിന്റെ മോൻ അമ്പു ആയിരിക്കും എല്ലാ മത്സരത്തിലും ജയിക്കുന്നതെന്ന് എല്ലാരും പറയുന്നുണ്ട്. തമ്പുരാട്ടിക്ക് ആ മനുഷ്യനെ ഇഷ്ടമില്ല. അയാൾ മാലയിടുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദമെന്ന് തമ്പുരാട്ടി പറയുന്നു. എന്റെ അപ്പ വരണം, ജയിക്കണം, മാലയിടണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പെണ്ണെ. ഞാനും തമ്പുരാട്ടിയും ഒരു ഉടമ്പടിയിൽ എത്തിയിട്ടുണ്ട്. അമ്പുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പേരിന് വേണ്ടി മാത്രമായിരിക്കും എന്റെ അപ്പ തമ്പുരാട്ടിക്ക് മാലയിടുന്നത്. കിടക്കരയിൽ കഴിയുന്നത് നമ്മളായിരിക്കും. അമ്മു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി ഒന്നും പറയരുത്. ആരെന്നും എവിടെ നിന്നും അറിയാതെ എല്ലാം അവിടത്തേക്ക് അർപ്പിച്ചവളാണ് ഞാൻ. കേട്ടോ പെണ്ണേ, നാളെ രാത്രി ഈ മടിയിലിരിക്കുന്നത് ആർച്ചയായിരിക്കും. ഇന്നു തൊട്ട് ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെപ്പറ്റി നാം പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ടതായിട്ടില്ല. മത്സര ചട്ടങ്ങളും നാം വിളംബരം ചെയ്തു കഴിഞ്ഞു. എങ്കിലും അന്തി കറുത്താലും അംഗം അവസാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൽപ്പന കണക്കിലെടുക്കേണ്ടതാണ്. ആദ്യത്തെ മത്സരം ആരംഭിക്കാം.
എന്നോട് മത്സരിക്കാൻ ഇനി ആരാനുമുണ്ടോ? സമയം വരുമ്പോൾ സത്യം തുറന്നു പറയുമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ? വിചാരം പിടിച്ച് കുത്തിയിരിക്കുന്ന കണ്ടപ്പോ ഞാനും കണ്ണും എന്ന് വിവരം ആരാഞ്ഞു. അന്ന് പറഞ്ഞതാണ്. എന്നാൽ കേട്ടോളൂ, ആയിരിക്കുന്ന പെണ്ണ് ഇവിടുത്തെ നാടുവാഴിയുടെ മകൾ ആർച്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കോട്ടയിലെ ഒരു തോഴിയാണെന്നും പറഞ്ഞ് ഇവളെന്നെ കബളിപ്പിക്കുകയായിരുന്നു. അതിന് ഞങ്ങൾ തമ്മിൽ അടുത്തുപോയി. എങ്കിൽ അർത്ഥം മുറിക്കണ്ട. അപ്പൊ തിരിച്ചു പോയാലോ? ഇവിടെ സമയം സന്ധ്യയാകാറ്. മത്സരം ഇന്നേക്കു മതിയാക്കാം. നാടുവാഴിക്കും നാട്ടാർക്കും സമ്മതമാണെങ്കിൽ ഇന്ന് രാത്രി ഈ നിൽക്കുന്ന തുറുമ്പിനോട് ഒരു കൈ നോക്കാൻ കടത്തനാട്ടാമ്പു തയ്യാറാണ്. സമ്മതം.